ഞാൻ ഇന്നൊരു ക്യാപ്സിക്കം റൈസാണ് ലഞ്ചിന് ഉണ്ടാക്കിയത്. നല്ല എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. ക്യാപ്സിക്കം, സവാളയും വെളുത്തുള്ളിയൊക്കെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് വഴറ്റി ചോറും മസാലപ്പൊടിയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ക്യാപ്സിക്കം റൈസ് റെഡിയായി. അപ്പോൾ ഇതിനാദ്യം ചോറാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് വേവിക്കുന്ന വെള്ളത്തിൽ ഞാൻ കുറച്ച് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബിരിയാണിയുടെ ഇല ഒക്കെ ഇട്ടിട്ടാണ് ചോറ് വേവിച്ചത്. അപ്പോൾ ചോറ് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാർത്തിട്ട് ഒന്ന് ആറാനായിട്ട് വെക്കുകയാണ്. ഇനി ഇതിലേക്കൊരു മസാലപ്പൊടി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ 1 കൈപ്പിടി അളവ് കപ്പലണ്ടി, 1.5 ടീസ്പൂണ് മല്ലി, അത് വേറെ വേറെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ആദ്യം കപ്പലണ്ടി ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നെ മല്ലിയും ഒന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെയുള്ള ചേരുവകളൊക്കെ ഒന്നിച്ച് വറുക്കാം. അപ്പോൾ 2 ടീസ്പൂണ് പൊട്ടുകടല, 1/2 ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂണ് കുരുമുളക്, പിന്നെ കുറച്ച് ചുവന്ന മുളക്. അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്താൽ മതി. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ചിരകിയ നാളികേരവും കുറച്ച് കായത്തിൻ്റെ പൊടിയും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറക്കുക. തണുത്തതിന് ശേഷം അത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ മസാലപ്പൊടി റെഡിയായി. ഈ പൊടി നമുക്ക് കുറച്ചധികം പൊടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ ലഞ്ചൊക്കെ പാക്ക് ചെയ്യേണ്ട വരുമ്പോൾ നമുക്ക് ഈ പൊടി വെച്ചിട്ട് ക്യാപ്സിക്കോ അല്ലെങ്കിൽ വഴുതനങ്ങയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ ഇതൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു ചോറുണ്ടാക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഈ പൊടിയൊക്കെ വെച്ചിട്ട് ഒരു ക്യാപ്സിക്കം റൈസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിൽ ജീരകം ഇട്ട് പൊട്ടിച്ചിട്ട് ഞാൻ ഒരു സവാളയും 1 ക്യാപ്സിക്കവും 4 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതെല്ലാം ചേർത്തിട്ട് ഒന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പച്ച ടേസ്റ്റ് പോകാനായിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ക്യാപ്സിക്കം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോഴാണ് അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോവുക. ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ക്യാപ്സിക്കം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ചോറും ആവശ്യത്തിന് മസാലപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ റൈസ് റെഡിയായി. ഇപ്പോൾ കായം ഞാൻ മസാലപ്പൊടിയിൽ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ കായം ചേർക്കുകയാണ്. കായം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. സവാളയും ക്യാപ്സിക്കവും മസാലയും ചോറും എല്ലാം നന്നായിട്ട് യോജിച്ച് വരത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർക്കാം. മസാലപ്പൊടി നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. കുറച്ച് ചേർത്ത് പിന്നെ അത് പോരെങ്കിൽ വീണ്ടും കുറച്ച് ചേർത്ത് അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ നെയ്യ് ചേർക്കാം, അതുപോലെ മല്ലിയുടെ ഇല ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാനായാലും അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് കൊടുത്തു വിടാനായാലും ഒക്കെ പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം കൊണ്ട് ചെയ്ത് നോക്കൂ. ഇതുപോലെ വഴുതനങ്ങ കൊണ്ടും ഉരുളക്കിഴങ്ങ് കൊണ്ടും ഒക്കെ ഈ പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള റൈസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.